ഗതാഗത നിയമങ്ങൾ പാലിക്കാതെയുള്ള ഡ്രൈവിംഗ് ആണ് ഇടുക്കിയിലെ കുട്ടിക്കാനം മുണ്ടക്കയം പാതയിലെ കൂടുതൽ അപകടങ്ങൾക്ക് കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. അപകട വളവുകൾ നിറഞ്ഞ റോഡിലെ അശ്രദ്ധമായ ഓവർടേക്കിങ്ങും ചെറിയ ഗിയറിൽ വാഹനങ്ങൾ ഇറങ്ങി വരുന്നതുമാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണം. മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ക്രാഷ് ബാരിയറുകളുടെ നിർമ്മാണവും പലപ്പോഴും അപകടങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട്. കൊട്ടാരക്കര ദിണ്ടുഗൽ ദേശീയപാതയിലെ അപകടങ്ങൾ പതിയിരിക്കുന്ന 22 കിലോമീറ്റർ ദൂരമാണ് കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ളത്. കുത്തനെയുള്ള ഇറക്കവും കൊടും വളവുകളുമുള്ള പാത. റോഡിന്റെ ഒരു വശം മുഴുവൻ 1500 അടി വരെ താഴ്ചയുള്ള അഗാധമായ കൊക്കയാണ്. കുത്തനെയുള്ള ഇറക്കത്തിൽ വളവിലേക്ക് എത്തുമ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ബ്രേക്ക് പോവുകയോ ചെയ്തതാണ് അപകടങ്ങളിൽ അധികവും ഉണ്ടായിട്ടുള്ളത്. 22 കിലോമീറ്ററിൽ 7 അപകട ഹോട്ട്സ്പോട്ടുകളുണ്ട്. വാഹനങ്ങൾ ചെറിയ ഗിയറിൽ ഇറക്കമിറങ്ങുന്നതും വളവുകളിൽ വലതുവശം ചേർന്ന് വരുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇവിടെയുള്ള ഹെയർപിൻ ബെൻഡുകളിൽ ഇറക്കമിറങ്ങുന്ന വണ്ടിയായാലും കയറ്റം കയറുന്ന വാഹനമായാലും കൃത്യമായിട്ട് ആ ഇടതുവശം തന്നെ ചേർന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വാഹനങ്ങൾ തമ്മിൽ പരസ്പരം അഭിമുഖമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിയും. മറിച്ച് അത് ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇറക്കമിറങ്ങുന്ന വണ്ടിക്ക് അത് നിയന്ത്രിക്കാൻ കഴിയില്ല. അതും മറ്റൊരു തരത്തിൽ അപകടത്തിലേക്ക് വഴിവെക്കാം. വളവുകളിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയൊന്നും ഗുണമേന്മയുള്ളതല്ല. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇവയുടെ നിർമ്മാണവും. റോഡ് വക്കും ബാരിയറും തമ്മിൽ 1 മീറ്റർ ദൂരം വേണം. ബാരിയറിന് 1 മീറ്റർ വരെ ഉയരവും ആവശ്യമാണ്. എന്നാൽ ഇതൊക്കെ കാറ്റിൽ പറത്തിയാണ് ക്രാഷ് ബാരിയർ നിർമ്മിച്ചിരിക്കുന്നത്. റോഡിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിയന്തരമായി പരിഹാരം കാണേണ്ടതായുണ്ട്. അപാകതകൾ പരിഹരിച്ച റോഡിൽ കർശന പരിശോധനയും നിരീക്ഷണവും വേണം. ഇതിനെല്ലാം അപ്പുറം നിയമങ്ങൾ പാലിച്ചുള്ള സുരക്ഷിതമായ ഡ്രൈവിംഗും. ജനം, ഇടുക്കി.